Zero degree bridge at Rajbagh. And the specialty of this bridge is that the bridge is full of wood. Like it. It's full of made of wood. And so beautiful. That's full of water. So let's follow me. Let's go. So guys, all these buildings in this bridge, all these buildings are made up of woods, and in the evening time open ആവാം. Evening time open ആവുമ്പോൾ നല്ല റഷ് ആയിരിക്കും. സോ അതുകൊണ്ട് അതിന് മുമ്പ് ജസ്റ്റ് കാണാൻ വേണ്ടിയാണ് ഇതൊക്കെ കാണാൻ വന്നത്. ആൻഡ് ഇതൊക്കെ ഓപ്പൺ ആകുമ്പോൾ ഒന്ന് വരും കാണാൻ. So guys, this bridge was built in 1950s during Bakshi Ghulam Muhammad's era. അപ്പോൾ അന്നേ ഉണ്ടാക്കിയ ബ്രിഡ്ജാണിത്. പിന്നീട് ഇങ്ങനെ കാണുന്ന മാതിരി ആക്കാൻ അവർ കുറേ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ദ കാശ്മീരി ഗവൺമെൻറ്. ആൻഡ് ഇറ്റ്സ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ ആൻഡ് നീറ്റ്. ഇറ്റ് ഈസ് സോ വെൽ മെയിൻറ്റെയിൻ ബൈ ദ കാശ്മീരി ഗവൺമെൻറ്. സോ ഗൈസ്, ഈ ബ്രിഡ്ജ് 0 degree ബ്രിഡ്ജ് എന്ന പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സം സേ ഇറ്റ് ഇസ് എ മിലിറ്ററി ടേം, അതേഴ്സ് സേ ദാറ്റ് ഇറ്റ് ഈസ് എ 0 degree point for city mapping. ബട്ട് ലോക്കൽസ് എന്താ പറഞ്ഞാൽ വെച്ചാൽ ഇത് 0 degree വിളിക്കുന്നത് എന്താ വെച്ചാൽ ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് ലീഡ് യു എനിവെയർ. അതുകൊണ്ടാണ് ഇത് 0 degree വിളിച്ച് പറഞ്ഞത്. സോ ദർ ആർ മെനി റീസൺസ് ഫോർ ഗെറ്റിംഗ് ദിസ് ബ്രിഡ്ജ് നെയിം ആസ് 0 degree ബ്രിഡ്ജ്. ആൻഡ് ഇന്ന് ഇതൊരു പെഡസ്ട്രിയൻ ഒൺലി വാക്കിംഗ് ബ്രിഡ്ജാണ്. ഇവിടെ കാറില്ല, ഹോണ്ടാല ഒന്നുമില്ല, ഫുൾ ക്വയറ്റായ ഒരു സ്ഥലമാണ്. ആൻഡ് ദർ ആർ മെനി കഫേസ് ടു ചിൽ ഔട്ട്. സോ ഇറ്റ്സ് എ പെഡസ്ട്രിയൻ ഒൺലി വാക്കിംഗ് സ്പോട്ട് നൗ ഡേയ്സ്. സോ ഗൈസ്, ഈ 0 degree ബ്രിഡ്ജ് ഫ്ലോസ് beneath the river Jhelum River, and this Jhelum River പറ്റി പറയുകയാണെങ്കിൽ it is flows through the heart of Srinagar. ഇത്രയും വലിയൊരു റിവർ ആണ് ഈ Jhelum River. There are many different house boats. അതുകൊണ്ട് നമുക്ക് അതിൽ വേണമെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ നല്ല രസമായിരിക്കും. Name of the tree? It might be Chinar. 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 Oh, Chinar. Minimum they will be 300-400 years old. Oh my God. So they can turn colors during season. Yeah. During season they can change their colors. Oh. Right now these are greens. In summers they can change in yellowish color. Then in autumn and they will change in red. Yes, their leaves. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 0 degree ബ്രിഡ്ജിലത്തെ കഫേസും ഷോപ്സൊക്കെ ഈവനിങ് ടൈം തുടങ്ങുക. സോ നൗ വി ആർ ഗോയിങ് ബാക്ക് ടു 0 degree ബ്രിഡ്ജ് ടു സീ ദ ഡിഫറെൻറ്റ് വൈബ് ഓഫ് 0 degree ബ്രിഡ്ജ്. ഞാൻ തിരിച്ച് ഇപ്പോൾ 0 degree ബ്രിഡ്ജൊക്കെ വന്നപ്പോൾ അവരുടെ കസിൻ ഇബുവിനോ അവൻ്റെ വൈഫ് ഷേജും കണ്ടെത്തി. ഇവിടെ ഇവരെ ലോസ്റ്റ് ആയിരുന്നു, ഇവരെ കണ്ടുപിടിച്ചാണ്. എന്ത് രസമല്ലേ യൂറോപ്പിനെ പിടിച്ചല്ലേ. ഇവർക്ക് ഇത് അറിയില്ല, വിളിച്ചെടുത്ത് അങ്ങോട്ടേക്ക് അല്ലേ. ഇപ്പൊ ഒരു കാശ്മീർക്കാണ് ഒരു സ്ഥലം അറിയാതെ. ഇതാണ് യൂറോപ്യൻ സ്റ്റൈലുള്ളത്. നമ്മളിപ്പോ കാൻചോക്കിലെത്തി. ഇപ്പോ നമ്മൾ എന്താ കഴിക്കാൻ അവിടെ വന്നേ? നമ്മൾ കബാബ്സ് ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും ബീഫ് പറ്റില്ല, മട്ടൺ ആണെങ്കിലും ഓക്കെ ബീഫ്. സോ ലെറ്റ്സ് ട്രൈ ദ കബാബ് ഫ്രം കാൻചോക്ക്. മട്ടൺ ബാർബിക്യൂ. ഒരു കബാബ് ഇവിടെ കഴിക്കാം. ഇവിടെ തന്നെ കഴിച്ചുകൂടെ? ഉള്ളു കാരണം കൺഫ്യൂസ്ഡ് ആണ്. കുറെ ഷോപ്പ് ഉണ്ടാവും. ഒറ്റ ഇവിടെ മേടിക്കാം. ഓക്കെ, പക്ഷേ വാജിൽ എല്ലാ റെസ്റ്റോറൻറ്റും സൂപ്പറാണ്. എവിടെ കയറിയാലും അടിപൊളി റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്തേക്കണം. ഓക്കെ, മട്ടൻ കബാബ് ഇതങ്ങനെ ആയതുകൊണ്ടൊക്കെയാണ്. മട്ടൻ കബാബ് അല്ലേ കഴിച്ചോക്കി. ശരി വേവാണ്ടോ? ടേസ്റ്റുണ്ടോ? വന്നതിന് കാര്യമുണ്ടല്ലേ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടാണ് ഇങ്ങനെ ഇവിടുത്തെ കബാബ്. ഓക്കെ, ഇപ്പോഴാണ് പിടി കിട്ടിയത്.
ഞാൻ ചോട്ടെ പക്ഷേ നമ്മൾ വേറെ ഹോട്ടലിൽ നിന്ന് ഒരു കബാബ് ട്രൈ ആണ്. മട്ടൺ കബാബ് അല്ല, സോ മട്ടൺ കബാബ് ഉള്ളിൽ പോയിരിക്കണം അല്ലേ? എന്താ ചെയ്യാ നമ്മളെ കബാബ് എത്തി. കബാബ് 2 റൊട്ടിയും ചട്നീസ് പിന്നെ കുറച്ച് ഓണിയനും. റൊട്ടി ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ എടുക്കുക. അതെന്റിക് സ്റ്റൈലല്ലേ? അതെന്റിക് സ്റ്റൈല്, കാശ്മീരി സ്റ്റൈല്. എന്നിട്ട് ഈ ചട്നി കണ്ടിട്ട് രസം തോന്നുന്നു. സത്യം പറി ഒരു മുഖം ചാഞ്ചാട്ടോ നേരത്തെ വെച്ച ബാർബിക്യൂനകത്തല്ല. അങ്ങനെ പറയും. ഓക്കെ നമ്മൾ കായൻ ചൗക്കിന് വിടാൻ പറയാറ്. ഫുഡ് എങ്ങനെയുണ്ട്? എത്ര ഫുഡ് കഴിച്ചില്ലേ? ഫുഡ് നല്ല ഫുഡുണ്ട്. മട്ടൻ ബാർബിക്യൂ എല്ലായിടത്തും കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ മട്ടൻ കബാബ് ഓക്കെ ആയിരുന്നു. ചിക്കൻ കബാബ് ഒരു ഓക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു. പോരല്ലേ? ബീഫ് കബാബ് അടിപൊളിയാണ്. ഓക്കെ ചിക്കൻ പോലെ ചിക്കൻ കോഴിക്കോട് വെച്ചില്ല. നമുക്ക് തന്നെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ പറയാം. അപ്പോൾ ഇപ്പോൾ എന്നാ ഇങ്ങോട്ടാ? ഇനി നാളെ ഡൂട്ട് പട്രി, പിന്നെ പെഹൽഗാമിന് കൊണ്ടു കാണാം. ഓക്കെ ബൈ. ഓക്കെ ബൈ.